പ്രിയരെ, എൻ്റെ മുന്നിലിരിക്കുന്നത് ഗീത എരിമല എന്ന് പറയാം. അവരുടെ കയ്യിലിരിക്കണ കണ്ടോ നിങ്ങളൊരു ബോട്ടിൽ? ഗീത ബോട്ടിലൊന്ന് നിർത്തി കാണിച്ചേ. ഓക്കെ. ഇത് ഗീതിക ഹെയർ ഓയിൽ. ഈ ഹെയർ ഓയിൽ അവരുടെ പേരുമായിട്ട് കണക്ട് ചെയ്തില്ല അല്ലേ? ഈ ഹെയർ ഓയിലിന്റെ പരിപാടിയൊക്കെ തുടങ്ങിയിട്ട് എത്ര കാലേ? 5-6 വർഷമായി തുടങ്ങിയിട്ട്. പിന്നെ ഇതിങ്ങനെ ആദ്യമൊക്കെ നമ്മൾ കുറച്ചേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ അതിങ്ങനെ ഉപയോഗിച്ച ആൾക്കാർ ഇങ്ങനെ വിളിക്കാൻ തുടങ്ങി. അപ്പൊ പിന്നെ കൂടുതൽ ഇങ്ങനെ ഉണ്ടാക്കാൻ തുടങ്ങി. പിന്നെ ഇപ്പൊ കുറച്ച് ഓൺലൈനായിട്ടൊക്കെ അയച്ചു കൊടുക്കും. ഓൺലൈനായിട്ടൊക്കെ അയച്ചു കൊടുക്കും. പിന്നെ അത് പിന്നെ ഇങ്ങനെ ആൾക്കാർ ചോദിച്ചോണ്ടിരുന്ന പോലെ കുറച്ച് കൂടുതലായിട്ട് ഉണ്ടാക്കാൻ തുടങ്ങിയതാ. ഇതിലെ ചേരുവകളെ പറ്റി ഒന്നും നിങ്ങൾ അങ്ങനെ പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കണ്ട. ഇതില് കുറച്ചൊക്കെ നമ്മള് പറഞ്ഞിട്ടുണ്ട്. അത് പിന്നെ 1-2 സാധനം ഒന്നും പറയില്ല. മെയിൻ സാധനം പറഞ്ഞില്ല. പിന്നെ എന്നാലും 10-13 സാധനം കൂട്ടുന്നുണ്ട്. 13ഓളം സാധനങ്ങൾ ചേർക്കുന്നുണ്ട്. പിന്നെ താരനൊക്കെ ശരിക്കും പോകുന്നു. പ്രധാനമായിട്ടും മുടി ഒഴിച്ചിലും താരനും അല്ലേ? അത് പോകുമെന്ന് നിങ്ങള് ഗ്യാരണ്ടിയാ? താരൻ പോവും. താരൻ നിർബന്ധമായിട്ട് പോകും. എന്താ വെച്ചാൽ ഉപയോഗിച്ച ആൾക്കാർ ഇങ്ങനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്. 2 ആഴ്ചയൊക്കെ തേച്ച് കഴിയുമ്പോ തന്നെ പൂർണ്ണമായിട്ട് പോകും താരൻ. അപ്പൊ താരൻ പോകുന്ന സമയത്ത് താരൻ കാരണമുള്ള മുടി ഒഴിച്ചിൽ. അതെ, മുടി ഒഴിച്ചിൽ. അതെ. നിങ്ങള് ഗീത ഈ ഹെയർ ഓയിൽ തന്നെയാണോ ഉപയോഗിക്കുന്നത്? ഞങ്ങള് കൊറേ മുന്നേ തന്നെയാണ്. പക്ഷെ ഞങ്ങൾ പുറത്തേക്കൊന്നും കൊടുക്കലില്ല. ഇതിപ്പോ ഇങ്ങനെ ഞാൻ പറഞ്ഞ വീട്ടിന്റെ അടുത്തൊക്കെ ഇങ്ങനെ ഉപയോഗിച്ച് നോക്കിയപ്പോ എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി എന്ന് പറഞ്ഞ അങ്ങനെ കുറച്ച് കൂടുതലായിട്ട് ഉണ്ടാക്കി. പിന്നെ എത്ര മില്ലി ലിറ്റർ അതിന് ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കുന്നത്? ഇതിപ്പോ എത്ര ബോട്ടിലാ? ഇത് 200-ന്റെ. 200 എങ്ങനെയൊക്കെ ആളുകൾക്ക് കൊടുത്തോണ്ടിരിക്കണത്? 100 മില്ലി ഉണ്ട്, പിന്നെ 200, പിന്നെ 500. പിന്നെ ഗൾഫിലേക്കൊക്കെ നമ്മൾ അയക്കുന്നുണ്ട്. അപ്പൊ അവര് അവിടെ ചൂടുള്ള സമയത്ത് അധികം വാങ്ങിയിട്ട് ഇങ്ങനെ കൊണ്ടുപോകും. 5 ലിറ്റർ 10 ലിറ്റർ ഒക്കെ ആക്കിയിട്ട് അങ്ങനെ അത് കൂടുതൽ കൊണ്ടുപോയിട്ട് അവിടുന്ന് ഇങ്ങനെ അവരെ ചൂട് സമയത്ത് മുടി ഒഴിച്ചിലുണ്ടാവുമല്ലോ. അപ്പൊ അതൊക്കെ കുറെ മാറുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ടുപോകും. അപ്പൊ നിങ്ങളെ പ്രധാന വിപണി ഗൾഫാണ്. പിന്നെ ഇവിടെ ഗുജറാത്തിലേക്ക് കുറച്ച് കൊണ്ടുപോയി. ഗുജറാത്തിലേക്ക് പിന്നെ അത് ഇങ്ങനെ അറിഞ്ഞിട്ട് ഓരോ സ്റ്റാറ്റസ് ഇടുമല്ലോ. അപ്പൊ അങ്ങനെ അറിഞ്ഞിട്ട് കൊണ്ടുപോയതാ. ഇത് 200 മില്ലി അല്ലേ? ഇതിന് എങ്ങനെയാണ് ഇപ്പോ? 100 മില്ലിക്ക് 200 രൂപ. 100 മില്ലിക്ക് 200. വളരെ കുറച്ചതില്ല കൊടുക്കുന്നത്. അപ്പൊ പിന്നെ 200-ന് 300 രൂപ, 500-ന് 750. പിന്നെ നമ്മൾ അയക്കുന്ന ചാർജ് വരും വേറെ. ഒരു 60 രൂപ ഉണ്ടാവും. കേരളത്തിലാണെങ്കിൽ 60 രൂപ അങ്ങനെ ഉണ്ടാവും. അല്ലാതെ വേറെ ഇല്ല. അപ്പൊ നല്ലതാ. ഞങ്ങൾ തേച്ച് നമുക്ക് എല്ലാരും തേച്ച് ഉപയോഗിച്ചിട്ട് നല്ലതാണെന്ന് തോന്നിയിട്ടാണ് പിന്നെ പുറത്തേക്ക് കൊടുക്കാൻ തുടങ്ങിയത്. അല്ലേ? അപ്പൊ ഇത് കുറച്ച് അധികം തോതിൽ ഉത്പാദിപ്പിക്കാനുള്ള പരിപാടികളിലാണ് ഇപ്പോ. ബിൽഡിംഗ് ഉണ്ടാക്കണം. ഓക്കെ ആയിക്കോട്ടെ. ആ കാര്യങ്ങളെല്ലാം നടക്കട്ടെ. അപ്പം ആളുകള് ആവശ്യക്കാര് ഗീതയെ വിളിക്കും. നമുക്ക് ഞാൻ ആ നമ്പർ അവർക്ക് കൊടുക്കാം. ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ ഇടാം. നല്ല ചിരിയാണ് കേട്ടോ. ഓക്കെ, സന്തോഷം.